Virgin haben Virgin haben Virgin haben അവിശ്വസനീയമായ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരിടമാണ് ഈജിപ്റ്റ്. കാലാകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ പല വിഷയങ്ങളും നമ്മിൽ അത്ഭുതം ജനിപ്പിക്കാറുണ്ട്. ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ഇന്നും പിരമിഡുകൾ നിലനിൽക്കുന്നു. ആരാണ്, എന്താണ്, എത്ര കാലം കൊണ്ടാണ്, ആരുടെ സഹായത്തോടു കൂടിയാണ് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു വലിയ ചോദ്യമായി ഇന്ന് പിരമിഡ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു അത്ഭുതത്തോടു കൂടിയാണ്. പിരമിഡുകൾക്കടിയിലേക്ക് ഏതാണ്ട് കിലോമീറ്ററുകൾ നീളത്തിൽ പുതിയൊരു നിർമ്മിതി കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത. ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗിസ പിരമിഡിന്റെ ഉയരം 482 അടിയാണ്. അതിൻ്റെ വീതി 755 അടിയും. 5.75 മില്യൺ ഭാരം വരാവുന്ന ഈ നിർമ്മിതിയിൽ 2.2 ടണ്ണോളം ഭാരം വരുന്ന 2.3 മില്യണിൽ കൂടുതൽ ചുണ്ണാമ്പ് കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം 60,000 കിലോ ഭാരമുള്ള ഗ്രാനൈറ്റ് പാളികളും ആന്തരിക ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഇത്രയും ഭാരമുള്ള ചുണ്ണാമ്പ് കല്ലുകളും ഗ്രാനൈറ്റ് പാളികളും എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു എന്നതും അതുപയോഗിച്ച് ഇത്രയും വലിയൊരു നിർമ്മിതി സൃഷ്ടിച്ചു എന്നതും ഇന്നും തർക്ക വിഷയമായ ഒരു കാര്യമാണ്. അങ്ങനെയിരിക്കെ ആ പിരമിഡുകളെ ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു മുനമ്പ് മാത്രമാക്കി മാറ്റുന്ന, അതിനടിയിലേക്ക് നീണ്ടു കിടക്കുന്ന ഭീമാകാരമായ നിർമ്മിതികളുണ്ട് എന്ന വാദം ഞെട്ടിക്കുന്നതാണ്. സുമേറിയൻ ശിലാലിഖിതങ്ങളിൽ പറയുന്നത് പോലെ ആ നിർമ്മിതിക്ക് മനുഷ്യനെ സഹായിച്ച ആകാശത്തു നിന്നും പറന്നിറങ്ങിയ അനുനാക്കികൾ എന്ന ദൈവങ്ങൾ പിരമിഡുകൾക്കടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമോ? കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. മീറ്റ് മിസ്റ്റർ എഡ്ഗാർ കേസ്, ലോകപ്രശസ്തനായ അമേരിക്കൻ ക്ലെയർവോയന്റ്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 148 വയസ്സ്. 1877 ജനിച്ചു, 1945 മരണപ്പെട്ടു. എന്താണ് ഈ ക്ലെയർവോയന്റ്? ക്ലെയർവോയൻസ് എന്നത് ഒരു ഫ്രഞ്ച് വാക്കാണ്. ക്ലെയർ, വോയന്റ് എന്നീ 2 വാക്കുകൾ ചേർന്ന ഒരു ഫ്രഞ്ച് വാക്ക്. ക്ലെയർ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തം എന്നാണ്. വോയിന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കാഴ്ച എന്നും, അതായത് വ്യക്തമായ കാഴ്ച. അതൊരു അതീന്ദ്രിയ സിദ്ധിയാണ്. അതായത് ഒരിടത്തിരുന്ന് മറ്റൊരിടത്ത് നടക്കുന്ന വിഷയത്തെ കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു അതീന്ദ്രിയ സിദ്ധി. മിസ്റ്റർ എഡ്ഗാർ കേസ് തൻ്റെ ആയിരക്കണക്കിന് സെഷനുകളിലൂടെ വ്യക്തമായി ഭൂതവും ഭാവിയും വർത്തമാനവും വിശദീകരിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈജിപ്ഷ്യൻ പിരമിഡുമായി ബന്ധപ്പെട്ട് എന്തിനായിരിക്കും എഡ്ഗാർ കേസിനെ ഞാൻ കരുക്കൾ നീക്കാൻ ക്ഷണിച്ചിട്ടുണ്ടാവുക? മറ്റൊന്നുമല്ല, 1933 അദ്ദേഹം നടത്തിയ ഒരു സെഷനിൽ ഈജിപ്ഷ്യൻ പിരമിഡുകളെക്കുറിച്ചും അറ്റ്ലാന്റിസ് എന്ന സാങ്കല്പിക നഗരത്തെക്കുറിച്ചും അദ്ദേഹം ചിലത് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. 10500 BC മുമ്പ് അറ്റ്ലാന്റിസ് എന്ന സാങ്കല്പിക നഗരം നശിച്ചു പോയിരുന്നു എന്നും അവിടെ നിന്നും പലായനം ചെയ്ത ചിലരാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് തുടക്കമിട്ടത് എന്നും. കേസിന്റെ അഭിപ്രായത്തിൽ പിരമിഡുകൾ എന്നത് ഒരു ഭീമാകാരമായ നിർമ്മിതിയുടെ ഒരു മുകൾ ഭാഗം മാത്രമാണ്. അതിനിടയിൽ ലോകത്തു നിന്നും മറച്ചു വെക്കപ്പെട്ട അമൂല്യമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തെ, ആ ഒരു ഹാളിനെ അദ്ദേഹം വിളിക്കുന്നത് ടെമ്പിൾ ഓഫ് റെക്കോർഡ്സ് അഥവാ ഹാൾ ഓഫ് റെക്കോർഡ്സ് എന്നാണ്. ഈ ഒരു വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് പിരമിഡുകൾക്കിടയിലാണ്. കൃത്യമായി പറഞ്ഞാൽ സ്ഫിങ്സിനും നൈൽ നദിക്കും ഇടയിലുള്ള ഭൂമിക്കടിയിലുള്ള ഒരു സ്ഥലത്ത്. അവിടേക്കുള്ള വഴി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്ഫിങ്സിന്റെ വലത് കൈപ്പത്തിക്കുള്ളിലാണ്.
1941 അദ്ദേഹം നടത്തിയ മറ്റൊരു സെഷനിൽ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഈ ഒരു ഹാൾ ഓഫ് റെക്കോർഡ്സ് അഥവാ ടെമ്പിൾ ഓഫ് റെക്കോർഡ്സ് ഒരു പിരമിഡ് ആകൃതിയിലാണ് എന്നും അതിനുള്ളിൽ ഈജിപ്ഷ്യൻ അറ്റ്ലാന്റിയൻ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും, അമൂല്യമായ ഗ്രന്ഥങ്ങൾ. അതിനിടയിലേക്ക് മീറ്ററുകൾ വലുപ്പമുള്ള ഗോവണികളുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. 1958 മുതൽ 1998 വരെയുള്ള കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ ലോകം ആ നിർമ്മിതിയുടെ തെളിവുകൾ കണ്ടെത്തുമെന്നും അദ്ദേഹം തൻ്റെ അതീന്ദ്രിയ സിദ്ധിയിലൂടെ പ്രവചിച്ചിരുന്നു. ഒരുപക്ഷെ പിരമിഡുകൾക്കിടയിൽ അങ്ങനെ ഭീമാകാരമായ ഒരു നിർമ്മിതിയുണ്ട് എന്ന് റിക്കോർഡിക്കലി ആദ്യമായി പറഞ്ഞത് എഡ്ഗാർ കെയ്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2025 അതേക്കുറിച്ചൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മോടൊപ്പം ഇരുന്ന് കരുക്കൾ നീക്കേണ്ടത് അദ്ദേഹം തന്നെയല്ലേ? അന്ന് കേസ് പറഞ്ഞ ആ നിർമ്മിതിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ക്ലെയർവോയിന്റ് എന്ന അതീന്ദ്രിയ സിദ്ധി ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ ഇന്ന് ചില ഗവേഷകർ പിരമിഡിന് ഏതാണ്ട് 2000 മീറ്റർ താഴേക്ക് ചില സിലിണ്ടറിക്കൽ ഷേപ്ഡ് കൺസ്ട്രക്ഷൻ കണ്ടെത്തിയത് ശാസ്ത്രീയമായ റഡാർ വേവ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. കേസ് പറഞ്ഞ ഹാൾ ഓഫ് റെക്കോർഡ്സ് ആയിരിക്കുമോ അത്, അഥവാ മറ്റേതെങ്കിലും മിസ്റ്ററിയോ? കാലങ്ങൾക്ക് മുന്നേ എഡ്ഗാർ കേസ് പറഞ്ഞ പിരമിഡുകൾക്ക് താഴെയുള്ള നിർമ്മിതി ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഒരുപാട് പേർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ചില ഗവേഷകർ, പ്രത്യേകിച്ചും ഡോക്ടർ നിക്കോളാസ് ബ്രൗൺ, റൊണാൾഡ് എൻമാച്ച് തുടങ്ങിയ ഈജിപ്റ്റോളജിസ്റ്റ്, അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വിഷയമുണ്ട്. എഡ്ഗാർ കേസ് പറഞ്ഞ ഹാൾ ഓഫ് റെക്കോർഡ്സ് എന്നത് അറ്റ്ലാന്റിസ് പോലെ വെറും മിത്ത് മാത്രമാണ് എന്ന്. എന്നാൽ ഇന്ന് ശാസ്ത്രം അതിനെ ശാസ്ത്രീയമായി തന്നെ തെളിവുകളോടെ വിശദീകരിക്കുമ്പോൾ എഡ്ഗാർ കേസ് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. കറാഡോ മലാങ്ക, ഫിലിപ്പോ ബയോണ്ടി എന്നിങ്ങനെ 2 ശാസ്ത്രജ്ഞരുടെ പേരുകളാണ് ഈ വിഷയത്തോട് ചേർത്ത് കേൾക്കുന്നത്. ഇറ്റലിയിലെ പിസ സർവകലാശാലയിലെയും സ്കോട്ട്ലാൻഡിലെ സ്ട്രാത്ക്ലൈഡ് സർവകലാശാലയിലെയും ഗവേഷകരാണ് ഇവർ. ഗിസയിലെ പിരമിഡുകൾക്ക് താഴെ 2 കിലോമീറ്ററിൽ കൂടുതൽ ആഴത്തിൽ ഒരു മഹാനഗരം ഒളിച്ചിരിക്കുന്നു എന്ന് പല പ്രമുഖ പത്രങ്ങളിലും വാർത്തയായി വന്നിട്ടുമുണ്ട്. ഈ മഹാനഗരം പിരമിഡിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ വലുതാണ് എന്നും അവരുടെ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട്. SAR ടോമോഗ്രഫി, അതായത് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ടോമോഗ്രഫി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനൊന്ന് അവർ ശാസ്ത്രീയമായി കണ്ടെത്തിയതെന്നും പറയുന്നു. പിരമിഡിന്റെ അടിയിലേക്ക് വിടുന്ന റഡാർ വൈബ്രേഷൻ തിരിച്ചു വരുന്ന സിഗ്നലിലൂടെ ഉണ്ടാക്കുന്ന 3D മാതൃകയിലൂടെയാണ് ഇങ്ങനൊരു കണ്ടെത്തലിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്? പിരമിഡുകൾ എന്നത് വെറും ശവക്കല്ലറകൾ മാത്രമാണ് എന്ന് നമ്മൾ പഠിച്ചതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഫറവയുടെ ശവകുടീരം എന്നതിലുപരി അവ മറ്റെന്തൊക്കെയോ ആകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. മിസ്റ്റർ കേസി, ഇന്നേക്ക് 92 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ പ്രവചിച്ച ഒരു നിർമ്മിതിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എങ്കിലും, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും നിങ്ങളുടെ അതീന്ദ്രിയ സിദ്ധിയെക്കുറിച്ചും തള്ളിപ്പറഞ്ഞവർക്ക് കിട്ടുന്ന ഒരു അടിയായിരിക്കും അത്, അല്ല? ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഈ ഒരു പ്രവചനം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് എങ്കിൽ താങ്കളുടെ മറ്റ് പ്രവചനങ്ങളും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും ഇവിടെ കൂടുകയല്ലേ? ചിന്തിച്ചു തുടങ്ങാൻ വരട്ടെ. അവർ പറഞ്ഞനുസരിച്ച് പിരമിഡിനടിയിലേക്ക് നീണ്ടു കിടക്കുന്നത് നാച്ചുറലായ കൺസ്ട്രക്ഷൻ അല്ല, മനുഷ്യനിർമ്മിതമായ കൺസ്ട്രക്ഷനാണ്. അതിൽ തന്നെ 8ഓളം സിലിണ്ടറിക്കൽ ഷേപ്ഡ് തൂണുകളുണ്ട്. ആ തൂണുകൾക്ക് മുകളിലൂടെ സ്പൈറൽ ഷേപ്പിൽ ഗോവണികളുമുണ്ട്. ഏതാണ്ട് 650 മീറ്ററിൽ കൂടുതൽ നീളമുള്ള 8ഓളം വലിയ തൂണുകളും ഗോവണികളും. ഇത്രയും കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. മിസ്റ്റർ കേസി, നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റിൽ മുഴുവൻ തപ്പിയിട്ടും ഇത്തരത്തിൽ ചില റഡാർ ചിത്രങ്ങളും ചില 3D ചിത്രങ്ങളും മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അവർ വിശദീകരിച്ചതുപോലെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ അടങ്ങിയ പേപ്പറുകളൊന്നും തന്നെ ഇതേക്കുറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2002 ഈ പറയുന്ന ഗവേഷകർ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ഡിജിറ്റൽ പബ്ലിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഓപ്പൺ ഡിജിറ്റൽ ജേർണലിൽ ഒരു പേപ്പർ അപ്ലോഡ് ചെയ്തതായി കാണാൻ കഴിഞ്ഞു. അതിലവർ വിശദീകരിക്കുന്നത് SAR ടോമോഗ്രഫി എന്നത് ഒരു റിമോട്ട് സെൻസിങ് മെത്തേഡാണ് എന്നും അതുവഴി പിരമിഡിന്റെ അടിത്തട്ടിലുള്ള നിർമ്മിതികൾ കണ്ടെത്താൻ സാധിക്കും എന്നുമാണ്. മുകളിൽ നിന്ന് താഴെ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കാനാണ് പ്രത്യേകിച്ചും ഇത്തരം റഡാർ രീതികൾ ഉപയോഗിച്ചു പോരുന്നത്, ചില എയർക്രാഫ്റ്റുകളോ ഡ്രോണുകളോ ഉപയോഗിച്ച്. അതിൽ നിന്നും പുറത്തുവിടുന്ന വൈബ്രേഷൻ തിരിച്ചു വരുമ്പോൾ ലഭിക്കുന്ന സിഗ്നലിലൂടെ ഒരു പാറ്റേൺ നിർമ്മിക്കുകയും അതുവഴി ചില മൂവ്മെൻറ്റ്സ് കണ്ടെത്തുകയും ചെയ്യുന്നു.
ചില പഠനങ്ങൾ അനുസരിച്ച് ഇത്തരം സിഗ്നലുകൾ കട്ടി കുറഞ്ഞവയാണ്, മൊബൈൽ ഫോൺ സിഗ്നലുകൾ പോലെ. അതുകൊണ്ട് തന്നെ കട്ടി കൂടിയ പ്രതലം കൊണ്ട് മറച്ചാൽ അവയ്ക്ക് അതിനടിയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ 2 കിലോമീറ്ററോളം താഴെയുള്ള നിർമ്മിതികൾ ഈ സിഗ്നലുകൾ വെച്ച് കണ്ടെത്തിയെന്നത് അശാസ്ത്രീയമായ ഒരു വാദമായാണ് പലരും വിശദീകരിക്കുന്നത്. SIR ടോമോഗ്രഫി എന്ന് അവർ വിളിക്കുന്ന ഈ മെത്തേഡിലെ ടോമോഗ്രഫി എന്നത് എക്സ്റേയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ പോലെ തടസ്സം നീക്കി ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ്. റഡാർ ഉപയോഗിച്ചും ടോമോഗ്രഫി ഉപയോഗിച്ചും അഗ്നിപർവ്വതത്തിലെ മാഗ്മ ചാമ്പറുകൾ തിരിച്ചറിയാനും സാധിക്കും. റഡാറിലൂടെ അവർ നിർമ്മിച്ച ചിത്രങ്ങൾക്കും അതിലൂടെ അവർ സൃഷ്ടിച്ച 3D ചിത്രങ്ങൾക്കും തമ്മിൽ സൂക്ഷിച്ചു നോക്കിയാൽ പോലും യാതൊരുവിധ ബന്ധവും നമുക്ക് തോന്നില്ല. 2022 അവർ പുറത്തിറക്കിയ പേപ്പറിനെതിരെ അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പൊന്തി വരാനുള്ള കാരണം എന്താണ്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറയുന്നുണ്ട്, റഡാർ ചിത്രങ്ങളിലൂടെ AI സൃഷ്ടിച്ചെടുത്ത ചില 3D ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന്. എന്നാൽ ഈ പറഞ്ഞതിനും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെയില്ല, വെറും വാദങ്ങൾ മാത്രമാണ്. ഏറ്റവും രസമുള്ള മറ്റൊരു കാര്യം, ഇത്രയും വിശദീകരിച്ച ഗവേഷകർ അന്യഗ്രഹ ജീവികളിലും താല്പര്യമുള്ളവരാണ് എന്നതാണ്. കൊറോഡോ മലങ്ക എന്ന വ്യക്തിയുടെ പേഴ്സണൽ വെബ്സൈറ്റിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവർ അബ്ഡക്റ്റ് ചെയ്തവരെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം എഴുതിയ ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും വിശദീകരിക്കുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അറ്റ്ലാന്റിസിനെക്കുറിച്ചും ഈജിപ്ഷ്യൻ മിത്തുകളെക്കുറിച്ചുമൊക്കെയാണ്. ഈ പറഞ്ഞതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിരമിഡുകൾക്കടിയിൽ അങ്ങനൊരു നിർമ്മിതിയില്ല എന്നല്ല. പിരമിഡുകൾക്കടിയിൽ അങ്ങനൊരു നിർമ്മിതിയുണ്ട് എന്നതിന് അവർ കാണിച്ച തെളിവുകൾ ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള തെളിവുകളല്ല എന്നതാണ്. അതായത് പിരമിഡുകൾക്കടിയിൽ അങ്ങനൊരു നിർമ്മിതിയുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ ഈ നിമിഷം വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന്. മിസ്റ്റർ എഡ്ഗാർ കെയ്സ്, നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം നിങ്ങളുടെ പ്രവചനങ്ങൾ ഇന്നും പ്രവചനങ്ങളായി തന്നെ നിലനിൽക്കുന്നു. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ